കാലം എന്ന കഥാസമാഹാരത്തിന്റെ പ്രകാശനം പറവൂർ കരിയാമ്പലി പൊതുജന ഗ്രന്ഥശാലയിൽ വെച്ച് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവും പ്രശസ്ത ബാലസാഹിത്യകാരനുമായ CP പള്ളിപ്പുറം നിർവഹിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. This news brought to you by ശ്രീ വിഷ്ണുമായ ഭദ്രകാളി നവഗ്രഹ ജ്യോതിശാലയം, കാര, കൊടുങ്ങല്ലൂർ. പ്രശ്നം, ജാതകം, മുഹൂർത്തം, പൊരുത്തം, വാസ്തുപൂജ, മാന്ത്രിക ഏലസുകൾ, എല്ലാവിധ പ്രശ്ന പരിഹാര ക്രിയകളും ചെയ്തു കൊടുക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക MS സുബീഷ് പണിക്കർ 7560808677 8129439677. പറവൂർ ഗീതം ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന പ്രണയം പൂക്കുന്ന കാലം എന്ന കഥാസമാഹാരത്തിന്റെ പ്രകാശനം പറവൂർ കരിയമ്പിള്ളി പൊതുജന ഗ്രന്ഥശാലയിൽ വെച്ച് ഗ്രന്ഥശാല പ്രസിഡന്റ് AC കൃഷ്ണന്റെ അധ്യക്ഷതയിൽ കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവും പ്രശസ്ത ബാലസാഹിത്യകാരനുമായ CP പള്ളിപ്പുറം നിർവഹിച്ചു. സൂചിപ്പിച്ചതുപോലെ അതിമനോഹരമായ പേരോടുകൂടിയ ഒരു പുസ്തകം പ്രണയം പൂക്കുന്ന കാലം പ്രകാശനം ചെയ്തിരിക്കുക. ഇനി അതെല്ലാം നിങ്ങളുടെ കൈകളിലേക്ക്, നിങ്ങളുടെ മനസ്സുകളിലേക്ക് എത്തും. അപ്പോഴാണ് അതിൻ്റെ പൂർത്തീകരണം നടക്കുന്നത്. അപ്പോൾ അതൊക്കെ വായിച്ച് ആളുകൾ അഭിപ്രായം പറയുമ്പോഴാണ് അവർക്ക് വീണ്ടും എഴുതണം. രചയിതാവിന്റെ ഭർത്താവും വിമുക്ത ഭടനുമായ PK പിള്ള പുസ്തകം ഏറ്റുവാങ്ങി. റിട്ടയർഡ് അധ്യാപികയും സാഹിത്യകാരിയുമായ ബെസ്റ്റ് ടീച്ചറിന്റെ പ്രാർത്ഥനയോടെ പരിപാടികൾ ആരംഭിച്ചു. അധ്യക്ഷ പ്രസംഗത്തിന് ശേഷം സഞ്ചാര സാഹിത്യകാരനും നോവലിസ്റ്റുമായ ജോസഫ് പനക്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു. പുസ്തക പ്രകാശനത്തിന് ശേഷം പറവൂർ താലൂക്ക് ലൈബ്രറി കൗൺസിലർ പ്രസിഡന്റ് അജിത് കുമാർ ഗോതുരത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ബെസ്റ്റി ലാലൻ ഗ്രന്ഥകാരിയെ പരിചയപ്പെടുത്തി. പറവൂർ സാഹിത്യ പ്രവർത്തക സ്വാശ്രയ സംഘം പ്രസിഡന്റ് ഡെയ്സി സുധീർ പുസ്തകം പരിചയപ്പെടുത്തി. കവിയായ ദേവദാസ് ചേന്ദമംഗലം, രാധാ ദയാനന്ദർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി.